മദർ തെരേസ ഒരിക്കൽ ഒരു ധനികന്റെ വീട്ടിൽ ചെന്നു. അഗതികൾക്കുള്ള സഹായം ചോദിച്ചാണ് അവർ അവിടെ എത്തിയത്. മദർ തെരേസയെ കണ്ട ഉടനെ അദ്ദേഹം വല്ലാണ്ട് തെരേസയെ പുലഭ്യം പറഞ്ഞു. വായിൽ വന്നത് എല്ലാം വിളിച്ചു പറഞ്ഞു. മദർ തെരേസ ഒന്നും മിണ്ടിയില്ല. അയാളൊന്ന് അടങ്ങിയപ്പോൾ മദർ പറഞ്ഞു, ഇതേവരെ നിങ്ങൾ പറഞ്ഞതെല്ലാം ഞങ്ങൾക്കുള്ളതാണ്. ഇനി ഞങ്ങളുടെ പാവപ്പെട്ട അനാഥർക്കുള്ള എന്തെങ്കിലും നിങ്ങൾ തരണം. മദറിനെ രൂക്ഷമായി നോക്കിയിട്ട് അയാൾ അകത്തേക്ക് പോയി. ആ പോക്ക് കണ്ട് ഒപ്പമുണ്ടായിരുന്ന കന്യാസ്ത്രീ പറഞ്ഞു, മദറെ, അയാൾ തോക്കെടുക്കാൻ പോയതായിരിക്കും, നമുക്ക് രക്ഷപ്പെടാം. മദർ അപ്പോഴും മിണ്ടിയില്ല. തോക്കെടുക്കാൻ പോയതാണ് എന്ന് കരുതിയാൽ തിരിച്ചു വന്നത് വലിയൊരു തുകയ്ക്കുള്ള ചെക്കുമായിട്ടായിരുന്നു. എന്നിട്ട് അയാൾ മദറിനോട് മാപ്പ് പറഞ്ഞു. ഇനിയും സഹായം ചോദിച്ച് എൻ്റെ അടുത്ത് വരണമെന്നും മദറിനോട് പറഞ്ഞു. അതായിരുന്നു മദർ തെരേസ. 1948 വെറും 5 രൂപയുമായിട്ടാണ് മദർ കൊൽക്കത്തയിലെ ചേരിയിൽ വന്നിറങ്ങുന്നത്. തൻ്റെ ചുറ്റും ആരോപണങ്ങൾ മാത്രം. കൂട്ടിന് ആരുമുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് പ്രവർത്തനം ആരംഭിച്ച മദർ തെരേസ 1950 മിഷണറീസ് ഓഫ് ചാരിറ്റി രൂപീകരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വെള്ള നിറത്തിൽ നീല ബോർഡറുള്ള സാരിയായിരുന്നു സഭാവസ്ത്രം. ഒപ്പം തോളത്ത് ഒരു കുരിശ് രൂപവും മദർ അണിഞ്ഞു. യഥാർത്ഥത്തിൽ അതന്ന് അവിടുത്തെ തോട്ടിപ്പണിക്കാരായ സ്ത്രീകളുടെ വേഷമായിരുന്നു. അങ്ങനെ യേശുക്രിസ്തുവിന്റെ ക്രൂശിത രൂപത്തിലുള്ള അഗാധമായ വിശ്വാസത്തോടെ മദർ തന്റെ പ്രവർത്തനം ആരംഭിച്ചു. അതിന്ന് ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ചു. തനിക്ക് കിട്ടിയ ഭാരതരത്നവും നൊബേൽ സമ്മാനവും എല്ലാം ഈ പാവപ്പെട്ടവർക്കായി മദർ കരുതി വെച്ചു. ഒരിക്കൽ മദർ തെരേസ തന്റെ ശിഷ്യരോട് പറഞ്ഞു, ചന്ദ്രനിൽ ദരിദ്രരുണ്ടെങ്കിൽ നമുക്ക് അവിടെയും പോകണം. സ്നേഹമെന്നത് കൈനീട്ടിയാൽ എവിടെയുമുള്ള എല്ലാ കാലത്തും ഉണ്ടാകുന്ന ഒരു കനിയാണ്. അത് എത്ര വേണമെങ്കിലും ആർക്കു വേണമെങ്കിലും എടുക്കാം. ഇതായിരുന്നു മദറിന്റെ എക്കാലത്തെയും വിശ്വാസ പ്രമാണം. കൊൽക്കത്തയിലെ മദർ തെരേസയുടെ കല്ലറയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകമുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന്. ഈ സമാനതകളില്ലാത്ത സ്നേഹവും വാത്സല്യവും സഹനവും ഒക്കെയാണ് മദർ തെരേസയെ ജീവിക്കുന്ന വിശുദ്ധ എന്ന് വിളിപ്പിച്ചത്. മദർ തെരേസയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതും ഇതുതന്നെയാണ്.